Good afternoon. Good afternoon, ma'am. Good afternoon. ഒരാള് വന്നിട്ടുള്ളല്ലേ? ഇന്നലെ പോയതൊക്കെ വായിച്ചായിരുന്നോ? ഡിപ്പാർട്ട്മെന്റ് വായിച്ചു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? കുഴപ്പമില്ല. പഠിക്കാൻ പറ്റുന്നില്ലേ? പ്രോപ്പറായിട്ട് റിവിഷൻ ഒക്കെ നടത്തുന്നുണ്ടോ? നോക്കുന്നുണ്ട് അല്ലേ? എല്ലാതും കാണാതെ പഠിക്കാനുള്ളതാണല്ലേ? കാണാതെ പഠിക്കണം അങ്ങനെ പറയുന്നില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നോക്കി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ, നമുക്കൊന്ന് എടുക്കാം അല്ലേ? ഒരു വന്നോളൂ അല്ലേ ബാക്കിയുള്ളവര്? ഓക്കെ. അപ്പൊ ചാപ്റ്റർ 7 ആക്സിഡന്റ് ആൻഡ് ഞാൻ എക്സാം എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ചോദ്യം ചോദിക്കാന്ന് പറഞ്ഞായിരുന്നാണോ ബാക്കിയുള്ളവർ വരാത്തെ? അല്ല, ചില ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവാറുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. നമുക്കറിയാം അല്ലെ, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടാവില്ലേ? കണ്ടിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഇൻട്രൊഡക്ഷൻ പറയാം. ഡൗട്ട് ഉള്ളത് ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും ടേമുകളൊക്കെ കിട്ടാത്തതായിട്ടുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ. The Accident and Emergency Department A&E assesses and treats people with major trauma, serious injuries and illness, and those in need of emergency treatment. It is open 24 hours a day. In emergencies, patient with loss of consciousness, confusion, persistent severe chest or abdominal pain, stroke, breathing difficulties are also treated. It has alternative names: casualty, emergency department, emergency room. അപ്പോ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഷോർട്ട് ഫോം ആണ് A&E. ഓക്കെ. അതായത് അവിടെ ട്രീറ്റ് കൊടുക്കുന്നത്, അതായത് അവിടെ ചികിത്സിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ മേജർ ട്രോമയുമായിട്ട് വരുന്നത്, അതായത് ഗുരുതരമായിട്ടുള്ള പരിക്കുകളുമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സീരിയസ് ഇഞ്ചുറീസ്, അതായത് ഇപ്പൊ ആക്സിഡന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് വരുന്ന രോഗികള്, അല്ലെങ്കിൽ എന്താണ് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളുമായിട്ട് വരുന്നവര്, അങ്ങനെയുള്ളവരാണ് കൂടുതൽ എങ്ങോട്ട് വരുന്നത്? ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മേജർ ട്രോമയുമായിട്ട് ആളുകൾ വരാം, സീരിയസ് ഇഞ്ചുറീസ് ആൻഡ് ഇൽനെസ്സുമായിട്ട് വരാം. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷനുള്ള ആളുകളാണ് എവിടേക്ക് വരുന്നത്? ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നത്. ഓക്കെ. ഇനി ആൻഡ് ദോസ് ഇൻ നീഡ് ഓഫ് എമർജൻസി ട്രീറ്റ്മെന്റ് ഇറ്റ് ഈസ് ഓപ്പൺ 24 hours a day. അതായത് ഇവിടെ കൊടുക്കുന്നത് ഒരു എമർജൻസി ട്രീറ്റ്മെന്റ് ആണ്. 24 hours വർക്കിംഗ് ആണെന്ത്? ഒരു ആശുപത്രിയിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്ത്? ഒരു ആശുപത്രിയിലെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഇൻ എമർജൻസീസ്, പേഷ്യന്റ് വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നസ്, കൺഫ്യൂഷൻ, persistent severe chest or abdominal pain, a stroke, breathing difficulties are also treated. അതായത് ഞാൻ പറഞ്ഞു, ഗുരുതരമായിട്ട് ആക്സിഡന്റ് ആയിട്ട് വരുന്ന രോഗികൾ മാത്രമല്ല എവിടേക്ക് വരുന്നത്, മറ്റു ചില പേഷ്യൻസും ഇവിടേക്ക് വരാം. ഓക്കെ. അതായത് ചില രോഗികള് ചിലപ്പോൾ ബോധം കെട്ട് വീണെന്നിരിക്കാം, എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ അവര് അൺകോൺഷ്യസ് ആവാം, അതായത് അവർക്ക് ബോധം നഷ്ടപ്പെടുക. അങ്ങനെയുള്ള രോഗികളെയൊക്കെ കൊണ്ടുവരുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാ? എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇനി കൺഫ്യൂഷൻ, ചില രോഗികൾക്ക് എന്താണ്? കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് നോർമൽ ആയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്താണ്, അവർക്ക് ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവും. അവർ പറയുന്നതില് വ്യക്തത ഉണ്ടാവില്ല. അവർ പറയുന്നത് എന്താണ്, അതായത് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കില്ല പറയുന്നത്. പലതും ഇങ്ങനെ എന്താണ്, ഒരു അബ്നോർമൽ ആയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ എങ്ങോട്ട് കൊണ്ടുവരിക? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊണ്ടുവരിക.
അതുപോലെ തന്നെ പെർസിസ്റ്റന്റ് സിവിയർ ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ, അതായത് നിരന്തരമായിട്ടുള്ള തുളച്ചു കയറുന്ന രീതിയിലുള്ള നെഞ്ചുവേദന, കൂടാതെ വയറുവേദന, അബ്ഡോമിനൽ പെയിൻ എന്ന് പറയുന്നതാണ് കേട്ടോ വയറുവേദന. അങ്ങനെയുള്ള രോഗികളെയും അങ്ങോട്ട് കൊണ്ടുവരും, ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരും. ഇനി സ്ട്രോക്ക്, അതായത് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, അതായത് സ്ട്രോക്കിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന രോഗികളെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരും. പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, അതായത് ശ്വസിക്കാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു രോഗി ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവരെയും കൊണ്ടുവരുന്നത് എങ്ങോട്ടാണ്? ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു, മേജർ ആയിട്ടുള്ള ആക്സിഡന്റ്, അതുപോലെ മേജർ ട്രോമ, ഇൽനെസ് എന്നിവരെ മാത്രമല്ല ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നത്. ബോധം കെട്ടുവരുന്ന, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ഉള്ള, അല്ലെങ്കിൽ സിവിയർ ആയിട്ട് ചെസ്റ്റ് ഓർ അബ്ഡോമിനൽ പെയിൻ ഉള്ള, സ്ട്രോക്ക് ഉള്ള, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉള്ള എല്ലാ രോഗികളെയും കൊണ്ടുവരുന്നത് ഈ ഒരു ഒറ്റ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. ഇനി പല ഹോസ്പിറ്റലുകളിലും ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു പേരിലല്ല അറിയപ്പെടുന്നത്, പല പേരുകളിലായിട്ടാണ് ഇത് പല ഹോസ്പിറ്റലുകളിലും അറിയപ്പെടുന്നത്. അതിനകത്ത് ആദ്യത്തെ പറയുന്നുണ്ട് കാഷ്വാലിറ്റി, അല്ലെ? അത് കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ എന്താണ് കാഷ്വാലിറ്റി എന്നാണ് അറിയപ്പെടുക, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. ഇനി വേറെ ചില ഹോസ്പിറ്റലുകളിലാണെങ്കിൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു സേവനം കാഴ്ചവെക്കുന്ന, കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലുകളാണെങ്കിൽ അവിടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് അറിയപ്പെടും, അഥവാ ED എന്നാണ് അറിയപ്പെടുക കേട്ടോ. ഇനി വേറെ ചില ഹോസ്പിറ്റലുകളാണെങ്കിൽ ER അഥവാ എമർജൻസി റൂം എന്ന് അറിയപ്പെടും. അപ്പോ കാഷ്വാലിറ്റി എന്ന് പേരുണ്ട്, കൂടാതെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പേരുണ്ട്, എമർജൻസി റൂം എന്നും പേരുണ്ട്. എന്തിനാ ഇത് പേരുള്ളത്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനാണ് ഈ പേരുകള് ഉള്ളത്. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞൊക്കെ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. അപ്പോ ഇത്രയും പേരുകൾ പഠിച്ചിരിക്കണം. കാഷ്വാലിറ്റി എന്നറിയപ്പെടുന്നതും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അഥവാ ED എന്നറിയപ്പെടുന്നതും എമർജൻസി റൂം അഥവാ ER എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എവിടെ എന്നാണ് പറയുന്നത് കേട്ടോ. ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നാണ് പറയുന്നത്. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്, ഏത് ഒരു ഏരിയയിലാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് വരിക? അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലൊക്കേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അതായത് എപ്പോഴും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് മുകളിലത്തെ നിലയിൽ ഒന്നും ഇത് കൊണ്ടുവെക്കില്ല. കാരണം എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ട് കെയർ ആവശ്യമുള്ള രോഗികളെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നത്, അടിയന്തരമായിട്ട് ചികിത്സ വേണ്ടി വരുന്നവരെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിന്റെ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻട്രൻസ് ഓർ എമർജൻസി എൻട്രൻസ് അവേ ഫ്രം മെയിൻ എൻട്രൻസ്. പിന്നെ എന്താണ്? അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് മാത്രം ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് ഉണ്ടാകും. ഓക്കെ, സെപ്പറേറ്റ് എൻട്രൻസ് ഉണ്ടാവും. ഓക്കെ, അത് മെയിൻ എൻട്രൻസിൽ നിന്ന് മാറി. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൻ എൻട്രൻസ് ഉണ്ടാവില്ലേ? പക്ഷെ അതിൽ നിന്ന് മാറി, കാരണം എന്താ? അതിൽ നിന്ന് മാറി വേറൊരു എൻട്രൻസ് ഇവിടെ ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ധാരാളം രോഗികൾ, പേഷ്യൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ എമർജൻസി ട്രീറ്റ്മെന്റിന് അല്ലാതെ തന്നെ ധാരാളം രോഗികൾ അവിടേക്ക് വരുന്നുണ്ട്. ഓക്കെ, അതായത് OPD ചെന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഡോക്ടറെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടേക്ക് എന്താണ്? ഒരു തിരക്കുണ്ടാവും അല്ലെ? അപ്പോ ഈ ആക്സിഡന്റ് ആയിട്ട് വരുന്ന രോഗികൾക്ക് എത്രയും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തിരക്കില് അവര് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതിനൊരു സെപ്പറേറ്റ് എൻട്രൻസ് വെക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള മെയിൻ എൻട്രൻസ് ഇതിന് ഉണ്ടാവും. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ആംബുലൻസ് പാർക്കിംഗ് ഏരിയ ഷുഡ് ബി അവൈലബിൾ. അത് നമുക്കറിയാം അല്ലെ? അതായത് ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ അവൈലബിൾ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ആംബുലൻസ് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടാകും. ഇനി വെൽ മാർക്കഡ് പ്രോപ്പർ ലൈറ്റിംഗ് ആൻഡ് സൈൻസ്. അതുകൂടാതെ
അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റുകളിൽ എന്തുണ്ടാവും, വെൽ മാർക്കഡ് ആയിട്ടുള്ള പ്രോപ്പർ ലൈറ്റിംഗ് സയൻസ് ഒക്കെ ഉണ്ടാവും. അതായത് നമുക്കറിയാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെന്നാൽ നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് റെഡ് കളറിലുള്ള ബോർഡുകൾ കാണാനായിട്ട് സാധിക്കും. ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അപർണ കണ്ടിട്ടില്ലേ? റെഡ് കളറിലുള്ള ബോർഡുകൾ കാണാൻ സാധിക്കും. പിന്നെ പ്രോപ്പർ ആയിട്ട് അത് ലൈറ്റനിങ് ഉണ്ടാവും, സയൻസ് ഒക്കെ ഉണ്ടാകും. അതായത് ആളുകൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൈൻ ബോർഡുകളൊക്കെ വെക്കുന്നത്. ഓൾമോസ്റ്റ് റെഡ് കളർ തന്നെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക, ഇതിന്റെ ഒരു ബോർഡിന്റെ ഒക്കെ ഒരു കളർ വരിക കേട്ടോ. കാരണം അതായത് പുറത്തുനിന്ന് വരുന്ന രോഗികൾക്ക് വളരെ ഈസിലി ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കളറാണ് റെഡ് എന്ന് പറയുന്നത്. നമുക്കറിയാലോ, അതായത് ട്രെയിനൊക്കെ പോകുമ്പോൾ ട്രെയിനെ പെട്ടെന്ന് നിർത്തണമെങ്കിലൊക്കെ എന്താണ് നമ്മൾ റെഡ് ഫ്ലാഗ് കാണിക്കും അല്ലെ, അല്ലെങ്കിൽ റെഡ് ഒരു സൈൻ കാണിച്ചു കഴിഞ്ഞാൽ ട്രെയിൻ എന്താണ് അവിടെ സ്റ്റോപ്പ് ആവും അല്ലെ. അപ്പൊ വേവ് ലെങ്ത് കൂടിയ കളറാണെന്ന് പറയുന്നത് ഈ റെഡ് എന്ന് പറയുന്നത്. ആർക്കും എത്ര ദൂരത്ത് നിന്ന് വേണമെങ്കിലും നമുക്ക് റെഡിനെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈസിലി വിസിബിൾ ആൻഡ് ആക്സസബിൾ ഫ്രം ദ സ്ട്രീറ്റ്സ്. അതായത് വിസിബിൾ ആയിട്ട് ആക്സസിബിൾ ആയിട്ടുള്ള, അതായത് സ്ട്രീറ്റ്സ് അതായത് റോഡുകളിൽ നിന്നൊക്കെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പെട്ടെന്ന് കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഈ ഒരു ആക്സിഡന്റ് ആയിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മളിപ്പോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടേതായ വാഹനങ്ങളിലായിരിക്കും വരുന്നത്. ഇപ്പൊ ആംബുലൻസിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാഹനങ്ങൾക്കാണെങ്കിലും പെട്ടെന്ന് വരികയാണെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എവിടെയാണെന്ന് സൈൻ ബോർഡുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ക്ലോസ് ടു മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ്, എലവേറ്റേഴ്സ്, റേഡിയോളജി ലബോറട്ടറി, റെഡ്യൂസ്ഡ് ഓപ്പറേഷണൽ കോസ്റ്റ് ആൻഡ് ക്രിട്ടിക്കൽ ടൈം. അതായത് മെഡിക്കൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ട്, അല്ലെങ്കിൽ എന്താണ് എലവേറ്റേഴ്സ് സ്ഥിതി ചെയ്യുന്നതിന്റെ അടുത്തായിട്ട്, അല്ലെങ്കിൽ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ട്, അല്ലെങ്കിൽ ലബോറട്ടറിയുടെ അടുത്തായിട്ടായിരിക്കണം എന്ത് സ്ഥിതി ചെയ്യുന്നത്, ഈ ഒരു ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഒരു രോഗിയെ നമ്മൾ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാനായിട്ട് പെട്ടെന്ന് ക്രിട്ടിക്കൽ ആയിട്ട് ഒരു രോഗിയെ കൊണ്ടുവന്നാൽ അയാളുടെ ഫയലുകളൊക്കെ എന്താണ് എത്രയും പെട്ടെന്ന് എടുക്കണം അല്ലെ. ഓക്കെ, ഇതിപ്പോ നമ്മള് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന രോഗികൾ എന്ന് പറഞ്ഞാല് അവർക്ക് എന്താണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ OPD ചെന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരെ എന്ത് ചെയ്താൽ മതി, നേരെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കാഷ്വാലിറ്റിയിലേക്ക് ചെന്നാൽ മതി. അവരാണ് എന്ത് ചെയ്യുന്നത്, ഈ രോഗികളുടെ ഫയലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്, അതായത് രോഗിയുടെ ഫയല് സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കാരണം എത്രയും പെട്ടെന്ന് രോഗിയുടെ ഫയൽ എടുത്താൽ മാത്രമേ അയാള് മുൻപ് ചികിത്സിച്ചിരുന്ന ചികിത്സാ രീതികള്, ഇപ്പൊ അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകള്, ആരെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് അയാളുടെ ഫയൽ ഒക്കെ പെട്ടെന്ന് റിട്രീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ അടുത്തായിരിക്കണമെന്ന് പറയുന്നത്. ഇനി എലവേറ്റേഴ്സ് അല്ലെ, അതായത് ഇപ്പോ പേഷ്യൻസിനെ, അതായത് ഒരു പേഷ്യന്റിനെ ആ ഒരു കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാൾ അവിടെ വെച്ച് പരിശോധിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുകയാണ് എന്താണ്, ഈ പേഷ്യന്റിന് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് അല്ല വേണ്ടത്, കുറച്ചുകൂടി എന്താണ്, അതായത് ചിലപ്പോൾ ശ്വാസം മുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ആയിട്ടായിരിക്കും പേഷ്യന്റ് ഇവിടെ വരിക. അപ്പോൾ അവിടെയുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ മനസ്സിലാക്കുകയാണ് ഇയാൾക്ക് പൾമണോളജി ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറിന്റെ സേവനമാണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയാണ്. അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്യാണ്, ഡോക്ടറെ റെഫർ ചെയ്യാണ്, ഉടനെ തന്നെ എന്ത് ചെയ്യണം, പൾമണോളജിസ്റ്റിനെ കാണിക്കണം അല്ലെ. ശ്വാസമുട്ടൽ അല്ലെ, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഡോക്ടറാണ് അല്ലെ, അയാളെ അദ്ദേഹത്തെ കാണിക്കണം എന്ന് ഈ ഡോക്ടർ പറയുകയാണെങ്കിൽ അത് ഇരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലായിരിക്കും ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അധികം നടക്കാനോ അല്ലെങ്കിൽ എന്താണ് അധികം മൂവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവിടെയാണ് നമുക്ക് എലവേറ്റേഴ്സിന്റെ ആവശ്യം വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എലവേറ്റേഴ്സ് ഒക്കെ, അതായത് നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെയുള്ള ട്രീറ്റ്മെന്റ് അല്ല തരേണ്ടത്, മറിച്ച് വേറെ ഡിപ്പാർട്ട്മെന്റിലെ ട്രീറ്റ്മെന്റ് ആണ് തരേണ്ടതെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് എത്തണമെങ്കിൽ നമ്മളെ ആര് സഹായിക്കും, എലവേറ്റേഴ്സ് സഹായിക്കും അല്ലെ. മനസ്സിലായോ? ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് റേഡിയോളജി.
റേഡിയോളജി നമുക്കറിയാം, നമ്മുടെ MRI പോലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സ്ട്രോക്കിന്റെ സിംറ്റവുമായിട്ട് ഒരാൾ വരികയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സ്ട്രോക്കിന്റെ സിംറ്റവുമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഇയാളെ ഒബ്സർവ് ചെയ്യും അല്ലെ, ഇയാളെ നോക്കും. ഇയാളെ നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടർ പറയാണ് MRI എടുക്കാൻ സജസ്റ്റ് ചെയ്യും. സ്ട്രോക്കിന്റെ സിംറ്റവുമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് MRI എടുത്താൽ മാത്രമേ ഡോക്ടറിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് സ്ട്രോക്ക് ആണെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്താണ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് വളരെ അടുത്തായിരിക്കണം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ, സ്കാൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു റേഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ലബോറട്ടറി, അതായത് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ കാണിക്കണം എന്ന് പറയുകയാണെങ്കിൽ ലബോറട്ടറിയും എവിടെ അടുത്തുണ്ടായിരിക്കണം, ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തായിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസൈൻ ആണ് കേട്ടോ. Design. Entrance to the emergency department should be sheltered to protect ambulance patients from the weather while unloading. അപ്പൊ ഇതിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് ഈ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഷെൽട്ടേർഡ് ആയിരിക്കണം, അതായത് പ്രോപ്പർ ആയിട്ട് ഷെൽട്ടറിങ് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ രോഗികൾ വരുമ്പോൾ, ഇപ്പൊ ആംബുലൻസിൽ വരുന്ന രോഗികളാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവുക. അങ്ങനെ വരുന്ന പേഷ്യൻസിനെ വീൽ ചെയറിലോട്ടൊക്കെ അല്ലെങ്കിൽ സ്ട്രെച്ചേഴ്സിലോട്ടൊക്കെ ലോഡ് ചെയ്യുമല്ലോ, മാറ്റുമല്ലോ. അങ്ങനെ മാറ്റുമ്പോൾ ശക്തമായിട്ടുള്ള മഴയോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള വെയിലോ ഉള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഈ പേഷ്യന്റിനെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, മേൽക്കൂര എന്ന് പറയുന്നത്, ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഷെൽട്ടറിംഗ് എന്ന് പറയുന്നത് പ്രോപ്പർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു പേഷ്യന്റിന് മഴ പെയ്യുകയാണെങ്കിൽ മഴ ഏൽക്കാൻ പാടില്ല, അതിയായിട്ടുള്ള വെയിലാണെങ്കിൽ വെയിൽ ഏൽക്കാനും പാടില്ല, അല്ലെങ്കിൽ മഞ്ഞാണെങ്കിൽ മഞ്ഞ് ഏൽക്കാനും പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഷെൽട്ടറിങ് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് adequate റിസർവ്ഡ് പാർക്കിംഗ് സ്പേസ് ഫോർ ആംബുലൻസ് ആൻഡ് കാർസ് ഓഫ് പേഷ്യന്റ്. അതായത് റിസർവ്ഡ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് വേണം. എന്തിന്? ഈ ഒരു രോഗികൾക്ക് അല്ലെ, അതായത് രോഗികൾക്ക് അല്ലെങ്കിൽ രോഗികളുടെ കൂടെ വരുന്ന ആളുകൾക്കൊക്കെ വാഹനങ്ങളും മറ്റും പാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആംബുലൻസുകളും മറ്റും പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് ഇതിനകത്ത് വേണം എന്നാണ് പറയുന്നത്. ഇനി adequate സ്പേസ് ഫോർ അക്കോമഡേറ്റിംഗ് സ്ട്രെച്ചേഴ്സ്, അതായത് സ്ട്രെച്ചറുകൾ വേണം എന്ന് പറയുന്നത് കേട്ടോ. അതായത് സ്ട്രെച്ചറുകൾ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സ്പേസ് എവിടെ വേണം, ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വേണം. സ്ട്രെച്ചറുകൾ വേണം എന്ന് പറയുന്നുണ്ട്, അതിനുള്ള സ്പേസുകളും കാര്യങ്ങളും ഈ ഒരു ഇതിൽ വേണം. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് റാംസ് ഫോർ വീൽ ചെയേഴ്സ് ആൻഡ് പെഡസ്ട്രിയൻ ആക്സസ് ഇൻ കേസ് ഓഫ് റേസ്ഡ് പ്ലാറ്റ്ഫോം. അതായത് നമ്മൾക്കറിയാം, ആശുപത്രികളില് എമർജൻസി ഡിപ്പാർട്ട്മെന്റില് നമ്മൾ വീൽ ചെയർ ഒക്കെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാ, അതായത് കുത്തനെയുള്ള ഒരു ഇതിലല്ലേ പോകുന്നത്, കണ്ടിട്ടുണ്ടോ നിങ്ങള്? ആ ഒരു റാമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ വേണം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആയിരിക്കണം ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഫങ്ഷണൽ ഏരിയാസ് ആണ് കേട്ടോ. ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത് ആംബുലൻസ് ആൻഡ് ആംബുലറ്ററി എൻട്രൻസ് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ആംബുലൻസിന് വരാൻ വേണ്ടിയിട്ടുള്ള എൻട്രൻസും കാര്യങ്ങളൊക്കെ, അതായത് മേജർ സ്പേസ് ഡിറ്റർമിനൻസ് ഫോർ പ്ലാനിങ്. അതായത് എന്തൊക്കെയാണ് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ പ്ലാനിങ്, എങ്ങനെയൊക്കെ ആയിരിക്കണം അതിന്റെ ഏരിയകൾ ഉണ്ടാവേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫങ്ഷണൽ ഏരിയാസിലാണ് പറയുന്നത് ആംബുലൻസ് ആൻഡ് ആംബുലറ്ററി എൻട്രൻസ്. ആംബുലൻസിന് വരാനുള്ള സ്പേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇനി രണ്ടാമതെന്ന് പറയുന്നത് റിസപ്ഷൻ, ട്രയേജ്, വെയിറ്റിംഗ് ഏരിയാസ്. റിസപ്ഷൻ ഉണ്ടായിരിക്കണം, അതായത് നമ്മുടെ ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് പ്രത്യേകം റിസപ്ഷൻ ഉണ്ടായിരിക്കും, ട്രയേജ് ഉണ്ടായിരിക്കും, വെയിറ്റിംഗ് ഏരിയാസ് ഉണ്ടായിരിക്കും. റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കാണുന്നതാണ് റിസപ്ഷൻ. അതുപോലെ തന്നെ ആ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലും ഒരു റിസപ്ഷൻ ഉണ്ടായിരിക്കും. ഇനി ട്രയേജ് എന്ന് പറയുന്നത്
നമ്മളൊരു രോഗിയെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാല് നമ്മൾക്ക് ഇപ്പോ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ നമ്മൾ ആ സെൻട്രൽ അതിന്റെ ഒരു ഏരിയയിലായിട്ട് ഒരു എന്താ പറയാ ഒരു ഫ്ലെക്സ് പോലെ ഒട്ടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഒരു ഇതുപോലെ അതിന്റെ ഒരു ഭിത്തിയില് ട്രയേജ് സംവിധാനത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ ട്രയേജ് എന്ന് പറയുന്നത് രോഗിയുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് രോഗിയെ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കുന്നതാണ് എന്ത് ട്രയേജ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോ ഇമ്മീഡിയറ്റ് കെയർ ആണ് രോഗിക്ക് ആവശ്യമെങ്കിൽ ആ രോഗിയെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ്, അതായത് ഇപ്പൊ ഇമ്മീഡിയറ്റ് ഇപ്പൊ പാമ്പ് കടിയേറ്റാണ് ഒരാൾ വരുന്നതെങ്കിൽ അയാൾക്കാണ് ആദ്യം അവിടെ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് ഒരാൾ ഇപ്പൊ കാലൊടിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ, കാലൊടിഞ്ഞ് വരികയാണെന്ന് വിചാരിക്കാം, പക്ഷെ അയാൾ വരുന്നത് പ്രയോറിറ്റി 2-ലായിരിക്കും. അപ്പോൾ ആളുകളുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് അവരെ സോർട്ട് ചെയ്യുന്നതാണ് എന്ത് ഈ ട്രയേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ട്രയേജ് എഴുതാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, കൂടുതൽ ക്ലിയർ ആവുള്ളൂ എന്താണ് സംഭവം കേട്ടോ. ഒരു സെക്കൻഡ്. കഴിഞ്ഞ ഇതിന്റെ കുറച്ച് നോട്ട് എഴുതാണ്ടായിരുന്നു. ഏതാണ് മോളെ? ഏതാ? അതിന്റെ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നല്ലേ? ലാറിംഗോസ്കോപ്പും ബ്രോങ്കോസ്കോപ്പും ഒക്കെ മാം പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അതെ, ചിലതിന് ആവശ്യമായിട്ട് വരുന്നില്ല നോട്ട്സ്, സ്ലൈഡ് തന്നെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഞാൻ നിങ്ങൾക്ക് പിന്നെ എക്സ്ട്രാ നോട്ട് തരുന്നതാണ്, കുറച്ചും കൂടി എളുപ്പമാവട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ. എളുപ്പമാവുന്നില്ല അങ്ങനെ തരുമ്പോ? ഞാൻ പറയാം കേട്ടോ, ഞാൻ അത് നോക്കട്ടെ, ഞാൻ തരാം. ട്രയേജ് എന്തായാലും വേണ്ട കാര്യമാണ്, കാരണം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞുതരാം. ഒരു സെക്കൻഡ്. അപ്പൊ ട്രയാജ് എന്നൊന്ന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. പേഷ്യൻസിനെ കെയറിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രയേജ്. പേഷ്യൻസിനെ കെയറിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യുന്ന പ്രോസസ്. പേഷ്യൻസിനെ കെയറിന്റെ അടിസ്ഥാനത്തിൽ സോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രയേജ്. ഓക്കെ, ഞാൻ ആദ്യം അതൊന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് നോട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രയോറിറ്റി 1 ആണ് കേട്ടോ. പ്രയോറിറ്റി 1 എന്ന് പറയുന്നത് റെഡ് കാറ്റഗറിയാണ്. റെഡ് കാറ്റഗറി എന്നാണ് അവരെ വിശേഷിപ്പിക്കുന്നത് ആ പേഷ്യൻസിനെ. പ്രയോറിറ്റി 1-ലാണ് ആ പേഷ്യൻസ് പെടുന്നത്. അതായത് ആ പേഷ്യന്റ് വന്ന് വിത്തിൻ 0 മിനിറ്റിനുള്ളിൽ ആ പേഷ്യന്റിന് മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് കെയർ ആണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന രോഗികൾ എന്ന് പറയുന്നത് പ്രയോറിറ്റി 1-ൽ പെടുന്നതാണ്. പിന്നെ മേജർ ട്രോമ അങ്ങനെയുള്ള രോഗികളൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ ഒരു പ്രയോറിറ്റി 1-ൽ വരുന്നത്. പിടികിട്ടിയോ? മനസ്സിലായോ? ഒന്നും കൂടി പറയാം. അതായത് നമ്മള് ട്രയേജ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേഷ്യന്റിനെ കെയറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നത്? സോർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ട്രയേജ് എന്ന് പറയുന്നത്. അതിനകത്ത് പ്രയോറിറ്റി 1 എന്ന് പറയുന്നത് റെഡ് കാറ്റഗറിയിൽ വരുന്ന പേഷ്യൻസ് ആണ്. റെഡ് കാറ്റഗറി കേട്ടോ.
പ്രയോറിറ്റി 1 എന്ന് പറയുന്നത് റെഡ് കാറ്റഗറിയിൽ വരുന്ന പേഷ്യൻസ് ആണ്. ഈ പേഷ്യന്റ് എന്ന് പറയുന്നത് ആ പേഷ്യന്റ് വന്നു കഴിഞ്ഞാല് വിത്തിൻ 0 മിനിറ്റിനുള്ളിൽ ആ പേഷ്യന്റിന് കെയർ കൊടുത്തിരിക്കണം. എത്രയാ സമയം? വിത്തിൻ 0 മിനിറ്റ്. അപ്പൊ ഫോർ എക്സാമ്പിള് ഈ റെഡ് കാറ്റഗറിയിൽ പെടുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത്, ഈ പ്രയോറിറ്റി 1 ഉൾപ്പെടുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന പേഷ്യൻസ് ഇല്ലേ? കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ മേജർ ട്രോമയുമായിട്ട് വരുന്ന പേഷ്യൻസ് എന്നൊക്കെ പറയുന്നത് എന്തിൽ പെടുന്നതാണ്? പ്രയോറിറ്റി 1 പെടുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് പ്രയോറിറ്റി 2 വരുന്നത് കേട്ടോ. പ്രയോറിറ്റി 2 എന്ന് പറയുമ്പോൾ അതിന്റെ ഇതെന്ന് പറയുന്നത്, അതായത് ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, മ്യൂട്ട് ചെയ്യുമെന്ന്. പ്രയോറിറ്റി 2 എന്ന് പറയുമ്പോൾ യെല്ലോ കാറ്റഗറിയാണ് കേട്ടോ. യെല്ലോ. ഓക്കെ, ആദ്യത്തേത് ഏതായിരുന്നു? റെഡ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് പ്രയോറിറ്റി 2 യെല്ലോ കാറ്റഗറി ആണ്. അതെന്ന് പറയുന്നത് രോഗി വന്ന് വിത്തിൻ 1 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യണം? രോഗിക്ക് കെയർ കൊടുത്തിരിക്കണം വിത്തിൻ 1 മിനിറ്റ് കേട്ടോ. അപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതായത് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ ഇമ്മീഡിയറ്റ് കെയർ ആണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇമ്മീഡിയറ്റ് കെയർ ആണ് കൊടുക്കേണ്ടത്. രണ്ടാമത്തേത് പറയുമ്പോൾ എന്താണ്? വെരി അർജന്റ് ആണ് വരുന്നത് കേട്ടോ. പ്രയോറിറ്റി 2 വെരി അർജന്റ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചെസ്റ്റ് പെയിൻ, സ്ട്രോക്ക്, അതുപോലെ തന്നെ മേജർ ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ. ഇപ്പൊ നെഞ്ചുവേദനയുമായിട്ട് വരുന്ന ഒരാള്, അല്ലെങ്കിൽ സ്ട്രോക്കുമായിട്ട് വരുന്ന ആള്, അല്ലെങ്കിൽ മേജർ ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷനുമായിട്ട് വരുന്ന ആളാണെങ്കിൽ അയാള് പ്രയോറിറ്റി 2 ഉൾപ്പെടുന്നത്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? നിങ്ങള് പ്രയോറിറ്റി 1 എങ്ങനെയാ വരുന്നേ? പ്രയോറിറ്റി 1 ആരൊക്കെയാ വരുന്നേ? റെഡ് കാറ്റഗറിയിൽ പെട്ടത്. റെഡ് കാറ്റഗറി അല്ലേ? 0 മിനിറ്റിന് ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കണം. പിന്നെ പ്രയോറിറ്റി 2 യെല്ലോ കാറ്റഗറി. എക്സാമ്പിൾ എന്താ ഞാൻ പറഞ്ഞത്? എക്സാമ്പിൾ എന്തായിരുന്നു പറഞ്ഞേ? റെഡ് കാറ്റഗറി എന്തായിരുന്നു എക്സാമ്പിൾ പറഞ്ഞ? കാർഡിയാക് അറസ്റ്റ് പറഞ്ഞില്ലേ? കാർഡിയാക് അറസ്റ്റ്, അതുപോലെ മേജർ ട്രോമ. ഓക്കെ, വിത്തിൻ 0 മിനിറ്റ്. ഇനി യെല്ലോ കാറ്റഗറി ആണെങ്കിലോ? പ്രയോറിറ്റി 2 വരുന്നതാണ് വിത്തിൻ 1 മിനിറ്റ്. വെരി അർജന്റ് ആയിട്ടുള്ളത്. വെരി അർജന്റ് ആയിട്ടുള്ളതാണ്. ചെസ്റ്റ് പെയിൻ ഉണ്ട്, സ്ട്രോക്ക് ഉണ്ട്, മേജർ ലൈഫ് ത്രെട്ടണിങ് സിറ്റുവേഷൻ ഉണ്ട് അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ഗ്രീൻ കാറ്റഗറിയാണ്. പ്രയോറിറ്റി 3 വരുന്നത്. ഇതുമായിട്ട് വരുന്ന രോഗികൾക്ക് വിത്തിൻ 30 മിനിറ്റിനുള്ളിൽ, അരമണിക്കൂറിനുള്ളിൽ എന്ത് കൊടുത്താൽ മതി? ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, വിത്തിൻ 30 മിനിറ്റിനുള്ളിൽ ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. അർജന്റ് തന്നെയാണ്. നമ്മള് ഫസ്റ്റ് കാറ്റഗറൈസ് ചെയ്തത് ഇമ്മീഡിയറ്റ് കെയർ ആണ്, പ്രയോറിറ്റി 1. സെക്കൻഡ് എന്ന് പറയുന്നത് വെരി അർജന്റ് ആണ്. എന്നാൽ തേർഡ് 1 എന്ന് പറയുന്നത് അർജന്റ് ആണ് കേട്ടോ. അർജന്റ് ആണ് പ്രയോറിറ്റി 3 ഗ്രീൻ കാറ്റഗറി. അതായത് ഇപ്പോ പറയുകയാണെങ്കിൽ മൈൽഡ് റെസ്പിറേറ്ററി ഡിസീസസ്, അതായത് ശ്വസിക്കാനായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ആളുകള്, അതുപോലെ തന്നെ മൈൽഡ് സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ, അതായത് എന്തെങ്കിലും ഇൻഫെക്ഷനുമായിട്ട് വരുന്ന ആളുകള്, അതൊക്കെ എന്തിൽ പെടുന്നതാണ്? ഈ ഒരു ഗ്രീൻ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഓക്കെ, ഇനി നാലാമത്തേതെന്ന് പറയുന്നത് ബ്ലാക്ക് കാറ്റഗറിയാണ് കേട്ടോ. ബ്ലാക്ക് കാറ്റഗറിയാണ്. ഓക്കെ, ബ്ലാക്ക് കാറ്റഗറിയാണ് വരുന്നത്. അത് ലെസ് അർജന്റ് ആണ്, അധികം അർജന്റ് ഒന്നും ഇല്ല. ഓക്കെ, ലെസ് അർജന്റിലാണ് വരുന്നത്. അതിനകത്ത് നോൺ ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷൻ ആണ്. അതായത് നമുക്ക് അധികം ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, ജീവന് ഭീഷണിയൊന്നും ഇല്ലാത്ത ആളുകളാണ് അവിടേക്ക് വരുന്നത്. ഇപ്പൊ മൈൽഡ് ആയിട്ടുള്ള ഹെഡ് ഏക്ക്, അതുപോലെ തന്നെ മൈൽഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ചെറിയ ചെറിയ പരിക്കുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തലവേദനയോ ഒക്കെ ഉള്ള ആളുകളെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അല്ല, എവിടേക്ക് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്? പ്രയോറിറ്റി 4 അഥവാ ലെസ് അർജന്റ് അഥവാ ബ്ലാക്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. വിത്തിൻ 60 മിനിറ്റ് ഓർ 1 അവർ അല്ലെ? 1 അവർ ആണ്, 1 മണിക്കൂറിനുള്ളിൽ മാത്രമേ ഇവർക്ക്, 1 മണിക്കൂറാണ് ഇവർക്ക് കെയർ കൊടുക്കേണ്ട ഒരു പീരീഡ് എന്ന് പറയുന്നത്. 1 മണിക്കൂറിനുള്ളിൽ കൊടുത്താൽ മതി കേട്ടോ. മനസ്സിലായില്ലേ? ഇനി എഴുതാം. എഴുതുമ്പോ നോക്കിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ പ്രയോറിറ്റി 1 എഴുതാം കേട്ടോ. പ്രയോറിറ്റി 1 എന്ന് എഴുതാം.
Red category. Red category. Within 0 minutes. Within 0 minutes. Within 0 minutes. Immediate care. Immediate care ആണ് വേണ്ടത് കേട്ടോ. Immediate care. Immediate care. എഴുതാ cardiac arrest, major trauma. Cardiac arrest, major trauma. Cardiac arrest, major trauma. Next one, priority 2. ഏത് കാറ്റഗറിയാ priority 2 വരുന്നേ? ഏതാ? Yellow category കേട്ടോ. Yellow category. Within 1 minute. Within 1 minute. Within 1 minute. Very urgent. Very urgent. Very urgent. എഴുതാ chest pain, comma stroke, chest pain, comma stroke, major life threatening situation, comma major life threatening situation. Major life threatening situation. Okay. ഇനി അടുത്തത് ഗ്രീൻ കാറ്റഗറി കേട്ടോ. പ്രയോറിറ്റി 3 ആണ്. ഗ്രീൻ കാറ്റഗറി. പ്രയോറിറ്റി 3 ഗ്രീൻ കാറ്റഗറി. Green category. Within 30 minutes. Within 30 minutes. Within 30 minutes. Urgent കേട്ടോ. Urgent ആണ്. Mild respiratory diseases. Mild respiratory diseases. Signs of infection. Signs of infection. Mild respiratory diseases. Signs of infection. Okay, next one. Priority 4 ആണ്. ഗ്രീൻ ബ്ലാക്ക് കാറ്റഗറി കേട്ടോ.
Priority for black category. Priority for black categories. Less urgent ആണ് കേട്ടോ. Less urgent. Less urgent. Within 60 minutes. Within 60 minutes അല്ലെങ്കിൽ 1 hour എഴുതാം കേട്ടോ. Within 60 minutes. Non-life threatening condition. Non-life threatening condition. Non-life threatening condition. Mild headache, mild injuries. Mild headache, mild injuries. Mild headache, mild injuries. Okay, എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ട്രയാജിനെ കുറിച്ചിട്ട് പറഞ്ഞു. പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നത് ട്രയാജ് സംവിധാനം ഉപയോഗിച്ചിട്ടാണ്. ഇത്രയും കാറ്റഗറിയിൽ, അതായത് ഇങ്ങനെയുള്ള കാറ്റഗറി നോക്കിയിട്ടാണ് പേഷ്യൻസിന് ആർക്കാണ് പെട്ടെന്ന് കെയർ കൊടുക്കേണ്ടത്, ആർക്കാണ് രണ്ടാമത് കൊടുക്കേണ്ടത്, ആർക്കാണ് മൂന്നാമത് കൊടുക്കേണ്ടത്, ആർക്കാണ് ഏറ്റവും ലാസ്റ്റ് കൊടുക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു ട്രയാജ് ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ട്രയാജിനെ കുറിച്ച് ഡൗട്ട് ഇല്ലല്ലോ ഇനി? ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെയിറ്റിംഗ് ഏരിയാസ് കേട്ടോ. വെയിറ്റിംഗ് ഏരിയ ഉണ്ടാവും. നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ ഒക്കെ ഫാമിലീസ് ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ ഉണ്ടാവും. അതിന്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ഏരിയയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുന്നത്. ഇനി റെസിസിറ്റേഷൻ ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ഒരു ഡിപ്പാർട്ട്മെന്റിലും അതിന്റെ അഡ്മിനിസ്ട്രേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി റെസിസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് അത് ഇമ്പോർട്ടന്റ് ആണ്. റെസിസിറ്റേഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റിനെ കൊണ്ടു ചെല്ലുകയാണ്. ഒരു പേഷ്യന്റിനെ കൊണ്ടു ചെല്ലാണെന്ന് വിചാരിക്കാം. ആ പേഷ്യന്റിന് സ്ട്രോക്കിന്റെ സിംറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ആ പേഷ്യന്റ് യാതൊരു കണക്ഷനും ഇല്ലാതെയാണ് സംസാരിക്കുന്നത്, ഇടക്കിടക്ക് ബോധം കെട്ട് വീഴുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു സിംറ്റംസുമായിട്ടാണ് പേഷ്യന്റിനെ അവിടെ കൊണ്ടു ചെല്ലുന്നതെങ്കിൽ ആ ആൾക്ക് അവിടെ, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഈ ഒരു പേഷ്യന്റിനെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അയാളെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഏരിയ ആണെന്ത്? റെസിസിറ്റേഷൻ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഒരു റൂമാണത്, ഒരു ഏരിയ, ഒരു റൂമാണ്. അവിടെ ഡോക്ടേഴ്സ് ഉണ്ടാവും, എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അവിടെ വെച്ചിട്ടാണ് ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നത് ഈ പേഷ്യൻസിന്റെ സിംറ്റംസ് ഒക്കെ വെച്ചുകൊണ്ട്. ഇപ്പൊ ഒരു പേഷ്യന്റിന് സ്ട്രോക്കിന്റെ സിംറ്റവുമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ സ്ട്രോക്കിന്റെ സിംറ്റവുമായിട്ടാണ് വന്നതെങ്കിൽ ആ പേഷ്യന്റിനെ ഉടനെ തന്നെ റേഡിയോളജിയിലേക്ക് മാറ്റും, MRI എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ പേഷ്യന്റിന് സ്ട്രോക്ക് ആണെന്ന് ഇവർക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് MRIയിലേക്ക് മാറ്റുന്നത്, MRI എടുക്കാനായിട്ട് മാറ്റുന്നത്. അപ്പൊ അങ്ങനെ ഡിസിഷൻ എടുക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ ഒരു റെസിസിറ്റേഷൻ ഏരിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ആക്സിഡന്റ് ആയിട്ടാണ് ഒരു പേഷ്യന്റ് വരുന്നതെങ്കിൽ ഈ രോഗിയെ എത്രയും ആദ്യം കൊണ്ടു ചെല്ലുന്നത് ഈ ഒരു റെസിസിറ്റേഷൻ ഏരിയയിലാണ്. അവിടെ വെച്ചിട്ടാണ് ഈ രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ, അങ്ങനെ അതായത് പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, ഇപ്പോ ഈ ഒരു രോഗിക്ക്, അതായത് പറഞ്ഞു ഇപ്പോ ബ്രീതിങ് ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ രോഗിക്ക് അത്യാവശ്യം വേണ്ടത് പൾമണോളജി ഡിപ്പാർട്ട്മെന്റിന്റെ സേവനമാണെങ്കിൽ റെസിസിറ്റേഷൻ ഏരിയയിൽ വെച്ചിട്ടാണ് ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്തത് എന്താണ് ഈ ഒരു ആ ഒരു പൾമണോളജിസ്റ്റിന്റെ സർവീസ് ആണ് ഇയാൾക്ക് വേണ്ടത് തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോൾ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും. അത് ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ ഒബ്സർവ് ചെയ്യും. ഇയാൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് എയ്ഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഷിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ അതായത് എവിടേക്കാണ് രോഗിയെ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു റെസിസിറ്റേഷൻ ഏരിയയിൽ വെച്ചിട്ടാണെന്ന് പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക കേട്ടോ. ഓക്കെ,
മനസ്സിലായില്ലേ പറഞ്ഞത് എന്താണ് റെസിസിറ്റേഷൻ ഏരിയ എന്നുള്ളത്? ഓക്കെ. ഇനി അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ ഉണ്ട്. അതായത് നോൺ ആംബുലൻസ് പേഷ്യൻസ്, അതായത് ഇപ്പോ നടക്കാനൊക്കെ പറ്റുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ, ആംബുലൻസിൽ വരാത്ത പേഷ്യൻസ് ഉണ്ടാവില്ലേ ചിലവര് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഒരു ട്രീറ്റ്മെന്റ് ഏരിയ ഉണ്ട്. അതായത് അധികം പ്രശ്നങ്ങളും ഒന്നും ഇല്ലാത്ത പേഷ്യൻസ് ആണ്. പക്ഷെ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ എന്തെങ്കിലും വൈകല്യങ്ങളൊക്കെ ഉള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കൂടുതൽ പ്രയോറിറ്റി നൽകിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് എന്ത് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ കേട്ടോ. ഇനി കൺസൾട്ടേഷൻ ഏരിയ ഉണ്ട്. അതായത് ഡോക്ടർമാര് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൺസൾട്ടേഷൻ നടത്തുന്ന ഒരു അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാല് നോൺ ആംബുലൻസ് പേഷ്യൻസിനാണ്. അതായത് ആംബുലൻസ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ക്രിട്ടിക്കൽ ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ് അല്ലേ? ഇനി അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലെ പേഷ്യൻസ് എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ്, ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലേ, ഓക്കെ, കൺഫ്യൂഷൻ ഉള്ള പേഷ്യൻസ് ഇല്ലേ, കൺഫ്യൂഷനുമായിട്ട് വരുന്ന പേഷ്യൻസ് എന്താണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. അതുപോലെ തന്നെ എന്താ പറയാ, എന്തെങ്കിലും ഇപ്പൊ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ്, അവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഏരിയ ആണ് എന്ത് അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയ. കാരണം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കില്ല. അതായത് ലൈഫ് ത്രെട്ടണിങ് കണ്ടീഷൻ അല്ല, അധികം പേടിക്കേണ്ട ആവശ്യകതയില്ല. അപ്പൊ നടക്കാൻ പറ്റുന്ന പേഷ്യൻസ് ഒക്കെയാണ് എന്ത് വരുന്നത്, ഈ ഒരു നോൺ ആംബുലൻസ് പേഷ്യന്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന് പ്രത്യേകം അക്യൂട്ട് ട്രീറ്റ്മെന്റ് ഏരിയയിലാണ് അവര് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ഇനി കൺസൾട്ടേഷൻ ഏരിയ. കൺസൾട്ടേഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യുന്നതാണ്, രോഗികളെ പരിശോധിക്കുന്ന സ്ഥലമുണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കേട്ടോ. അതാണ് കൺസൾട്ടേഷൻ ഏരിയ. ഇനി സ്റ്റാഫ് വർക്ക് സ്റ്റേഷൻ ഉണ്ട്. അതായത് അവിടെ കുറെ അധികം സ്റ്റാഫുകൾ വർക്കിംഗ് ആയിരിക്കുള്ളൂ. അപ്പൊ സ്റ്റാഫുകൾക്ക് ഉള്ള വർക്കിംഗ് സ്റ്റേഷൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ ഫങ്ഷണൽ ഏരിയാസിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ, അപ്പൊ അതർ ഏരിയാസിൽ വരുന്നത് പ്രൊസീജിയർ റൂമാണ്. അതായത് പ്രൊസീജിയർ റൂം എന്ന് പറയുന്നത് രോഗിയെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ രോഗിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, ഫർദർ പ്രൊസീജിയർ, ആ രോഗിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അയാളുടെ ഫയലും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത് മുതലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ്, ഈ ഒരു പ്രൊസീജിയർ റൂമിൽ വെച്ചിട്ടാണ്. ഇനി പ്ലാസ്റ്റർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗിക്ക് ഇപ്പൊ എന്താണ്, ഇപ്പൊ കയ്യോ കാലോ ഒടിഞ്ഞിട്ടൊക്കെയാണ് രോഗി വരുന്നതെങ്കിൽ രോഗിക്ക് എന്ത് ചെയ്യണം, പ്ലാസ്റ്റർ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റൂം ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ പ്ലാസ്റ്റർ ചെയ്യുന്ന റൂമുകളുണ്ട്, അതാ പറയുന്നത് കേട്ടോ. ഇനി ഫാർമസി ഡ്രഗ് പ്രിപ്പറേഷൻ, അതായത് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് മാത്രം ഒരു പ്രത്യേക ഫാർമസി ഉണ്ടാവും. നമ്മൾക്ക് ഹോസ്പിറ്റലിന്റെ മെയിൻ ഫാർമസിയിൽ പോയി മരുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ഒരു ഫാർമസി പ്രത്യേകമുണ്ട്. അപ്പൊ ആ ഒരു ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ, ഫാർമസി. ഇനി ഐസൊലേഷൻ റൂംസ് ഉണ്ട്. അതായത് ചില രോഗികളെ പ്രത്യേകം കെയർ കൊടുത്ത് കിടത്തേണ്ട ആവശ്യകതയുണ്ട് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ. ചില രോഗികൾക്ക് പ്രത്യേകം കരുതലുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മള് പ്രത്യേകം അവരെ പാർപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് എന്ത് ഐസൊലേഷൻ റൂമുകൾ ഉള്ളത്. ഇനി ഡിക്കണ്ടാമിനേഷൻ ഏരിയാസ് എന്ന് പറഞ്ഞാല്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു കെമിക്കൽ എക്സ്പ്ലോഷൻ ആയിട്ട് ഒരു പേഷ്യന്റ് വന്നതായിരിക്കാം. ഒരു ഫാക്ടറിയിൽ ജോലി എടുക്കുന്ന ഒരു ആളാണ്. ആൾ അവിടെ പെട്ടെന്നൊരു ദുരന്തം ഉണ്ടായി, ഒരു കെമിക്കൽ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോ അയാളുടെ ബോഡി മൊത്തം എന്താണ്, ആ കെമിക്കൽ എന്ത് ചെയ്തിട്ടുണ്ട്, കെമിക്കൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അയാളുടെ ബോഡി മൊത്തം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രോഗിയെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാളെ റെസിസിറ്റേഷൻ ഏരിയയിൽ കൊണ്ടുപോയ ശേഷം പിന്നീട് ഇയാളെ കൊണ്ടുപോകുന്നത് ഡീകണ്ടാമിനേഷൻ ഏരിയയിലാണ്. ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് ആളുടെ ബോഡി എന്താണ്, മൊത്തം കെമിക്കലാണ്. അപ്പൊ ഈ കെമിക്കലുകൾ എന്ത് ചെയ്യണം, ആദ്യം റിമൂവ് ചെയ്താൽ മാത്രമേ ഇയാൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കെമിക്കലുകളും മറ്റും റിമൂവ് ചെയ്യുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു റൂമാണെന്ത്, ഈ ഒരു ഡീകണ്ടാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ആണ്. അതായത് നമ്മള് എമർജൻസി എക്യുപ്മെന്റ്സ് ഒക്കെ
സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സും ഡിവൈസസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് എന്ത് ഈ ഒരു സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനി ക്ലീൻ ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി, അതായത് ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ എന്താണ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാകും, അതായത് വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഡർട്ടി യൂട്ടിലിറ്റി, വൃത്തികെട്ടതുമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പോ ഞാൻ പറഞ്ഞു, അതായത് ധാരാളം ആളുകൾ ആക്സിഡന്റ് മറ്റുമായിട്ട് വരുന്ന സ്ഥലമാണ്, ധാരാളം ബ്ലഡ് ഒക്കെ പോകും, കുറെ കോട്ടന്റെ ഒക്കെ ആവശ്യം വരും അല്ലെ, കുറെ അധികം പ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ കോട്ടൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ എന്താണ് അതായത് ഈ പേഷ്യൻസിന് യൂസ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ യൂസിന് ശേഷം, പേഷ്യന്റിന്റെ ആഫ്റ്റർ യൂസിന് ശേഷം അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത് ഡർട്ടി യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് ലിനൻ റൂം ആണ്. ലിനൻ റൂം എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്ഷീറ്റ് ഒക്കെ, പില്ലോ കവർ, ബെഡ്ഷീറ്റ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണ്ടിയിട്ടുള്ള ബെഡ്ഷീറ്റ്സുകള്, അതുപോലെ തന്നെ പില്ലോ കവർ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി മൊബൈൽ എക്യുപ്മെന്റ് ബേസ് ലൈക്ക് ട്രോളി, വീൽ ചെയർ എക്സെട്ര. അതുകൂടാതെ തന്നെ എന്താണ് ഈ ഉന്തിക്കൊണ്ട് പോകുന്ന ട്രോളികളും വീൽ ചെയറുകളൊക്കെ ഇല്ലേ, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. ഇനി മൊബൈൽ എക്സ്റേ എക്യുപ്മെന്റ് ബേ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് മൂവബിൾ ആയിട്ടുള്ള, അതായത് രോഗിയുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് എക്സ്റേ എടുക്കാൻ തരത്തിലുള്ള എക്സ്റേകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് ഈ ഒരു ഏരിയയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. അതൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ക്ലീനേഴ്സ് റൂം, അതായത് നമ്മള് ഓരോ പ്രൊസീജിയേഴ്സിന് ശേഷം നമ്മുടെ ഡിസിൻഫെക്ട് ചെയ്യുന്നത്, അതായത് അണുവിമുക്തമാക്കുന്ന റൂമുകളാണ്. അതായത് നമ്മുടെ ഇപ്പോ പേഷ്യന്റിന് എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ സിറഞ്ചുകള്, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള അത് ഓരോ ഡിവൈസസുകള് പേഷ്യന്റിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിസിൻഫെക്ട് ചെയ്യേണ്ടേ, അതായത് അത് അണുവിമുക്തമാക്കണ്ടേ. ഒരു പേഷ്യന്റ് നമ്മൾ അത് യൂസ് ചെയ്തതിനു ശേഷം പെട്ടെന്ന് തന്നെ അടുത്ത പേഷ്യന്റ് നമ്മൾ അത് യൂസ് ചെയ്യോ? എങ്ങനെയാ ചെയ്യുന്നേ? അത് ക്ലീൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നേ നമ്മള് യൂസ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അത് ക്ലീൻ ചെയ്യണം, അത് ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം റൂം ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത് ക്ലീനേഴ്സ് റൂം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു അതർ ഏരിയാസിൽ വരുന്നത് പ്രൊസീജിയർ റൂം ഉണ്ട്, പ്ലാസ്റ്റർ റൂം ഉണ്ട്, ഫാർമസി, ഡ്രഗ് പ്രിപ്പറേഷൻ, ഐസൊലേഷൻ റൂംസ്, ഡീകണ്ടാമിനേഷൻ ഏരിയാസ്, സ്റ്റോറേജ്, clean and dirty utility, linen room, mobile equipment base like a trolley, wheelchair, etc. Mobile X-ray equipment bay, cleaners room. Okay, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, പറയോ നിങ്ങൾ രണ്ടുപേര്? ഏതാ? ഇതല്ല, ഞാൻ നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ, ചോദിച്ചു നോക്കാം അല്ലെ. ഏതൊക്കെയാ നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 3, 4, 3, 4, 5 അല്ലെ. 6. 3, 4, 6. പറഞ്ഞ ആയുഷിനെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞേ. ആയുഷ് എന്ന് പറയുന്നത് ഒരു മിനിസ്ട്രി ഓഫ് ട്രീറ്റ്മെന്റിന്റെ, അത് ആയുഷില് എന്താണ് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, പിന്നെ നാച്ചുറോപ്പതി, ഹോമിയോപ്പതി എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഇതിനെയാണ് ആയുഷ് എന്ന് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള അതിനെ എന്താണ് കൂടുതലായിട്ട് അതിനെ ഇതാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ മിനിസ്ട്രിയാണ് ഇത് ആയുഷ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ. നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിന്റെ മീനിങ് പറഞ്ഞു തന്നിട്ടില്ല. ലെറ്ററിൽ തുടങ്ങുന്ന പറഞ്ഞു തന്നായിരുന്നോ? ഇല്ല അല്ലേ. ഇത് വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റലിലാണ് വരുന്നത്. ഞാൻ എടുത്തില്ലേ ഒരു ചാപ്റ്റർ 4-ാമത്തേത്.
അതിനകത്താ വരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സ്പേസിൽ സ്ഥലം നിങ്ങൾക്ക് സ്പേസ് ഉണ്ടോ എഴുതാനായിട്ടത്? അപ്പൊ അതൊന്ന് എഴുതിക്കോളൂ കേട്ടോ. ഹോസ്പിറ്റൽ എന്ന് കൊടുക്കാം, ഒരു ഹെഡിങ് പോലെ ഹോസ്പിറ്റൽ എന്ന് എഴുതാം. എന്നിട്ട് H ഫോർ ഹീലിംഗ് എന്ന് എഴുതാം കേട്ടോ. എന്താണ് ആ മീനിങ് അർത്ഥാക്കുന്നത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ലെറ്റർ കൊണ്ടുള്ള മീനിങ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. H ഫോർ ഹീലിംഗ്, H ഫോർ ഹീലിംഗ്, HEALING. ഹീലിംഗ്, ഹീലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുഖപ്പെടുത്തുക കേട്ടോ, സുഖപ്പെടുത്തുക. H ഫോർ ഹീലിംഗ്, സുഖപ്പെടുത്തുക. O ഫോർ ഒബ്സർവേഷൻ, O ഫോർ ഒബ്സർവേഷൻ, O ഫോർ ഒബ്സർവേഷൻ. O ഫോർ ഒബ്സർവേഷൻ, നിരീക്ഷിക്കുക. O ഫോർ ഒബ്സർവേഷൻ അഥവാ നിരീക്ഷിക്കുക, നിരീക്ഷിക്കുക. S ഫോർ സൂപ്പർവിഷൻ, S ഫോർ സൂപ്പർവിഷൻ. മേൽനോട്ടം വഹിക്കുക, മേൽനോട്ടം വഹിക്കുക. S ഫോർ സൂപ്പർവിഷൻ, മേൽനോട്ടം വഹിക്കുക. P ഫോർ പെർസ്വേഷൻ, P ഫോർ പെർസ്വേഷൻ, PERSUATION, P ഫോർ പെർസ്വേഷൻ. ഉപദേശിക്കുക, ഉപദേശിക്കുക. I for investigation, I for investigation. Investigation means അന്വേഷണം കേട്ടോ, അന്വേഷണം. T for treatment, T for treatment, ചികിത്സിക്കുക. T for treatment, ചികിത്സിക്കുക. A for assurance, A for assurance, ഉറപ്പു നൽകുക. A for assurance, ഉറപ്പു നൽകുക. A for assurance, ഉറപ്പു നൽകുക. L for leisure, വിശ്രമാവസ്ഥ. L for leisure, വിശ്രമാവസ്ഥ. സ്പെല്ലിംഗ് എന്താ? LEISURE, 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 വിശ്രമാവസ്ഥ. ഓക്കെ, LEISURE. ഞാനൊന്നും കൂടി പറയാം. H for healing, O for observation, S for supervision, P for persuasion, I for investigation, T for treatment, A for assurance, L for leisure. Okay, നോട്ട് ചെയ്തില്ലേ? അപ്പോ നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് നോക്കിയത്. അതിന്റെ ലൊക്കേഷൻ നോക്കി, ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതിന്റെ പല പേരുകൾ പറഞ്ഞു,
പിന്നെ ഡിസൈൻ എന്തായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെയാണ് അതിന്റെ ഫങ്ഷണൽ ഏരിയാസ് വരുന്നതെന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെ ഏരിയാസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. ട്രയേജ് പറഞ്ഞു. ട്രയേജില് എത്ര കാറ്റഗറിയാണ് വരുന്നത്? എത്ര കാറ്റഗറിയാ വരുന്നത് ട്രയേജില്? ആ, 4 കാറ്റഗറി വരുന്നുണ്ട് അല്ലെ? അതിനെ കുറിച്ചിട്ട് പറഞ്ഞു. പ്രയോറിറ്റി 1 ഏതാണ്? റെഡ്. പ്രയോറിറ്റി 2 ഏതാണ്? യെല്ലോ കാറ്റഗറി. പ്രയോറിറ്റി 3 ആണെങ്കിലോ? ഗ്രീൻ കാറ്റഗറി. പ്രയോറിറ്റി 4 ആണെങ്കിലോ? ബ്ലാക്ക് കാറ്റഗറി. ബ്ലാക്ക് കാറ്റഗറി അല്ലെ? അപ്പൊ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കേണ്ട പേഷ്യൻസിനെയാണ് നമ്മൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുന്നത്. പേഷ്യന്റിനെ സോർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രയേജ് എന്ന് പറയുന്നത്. ട്രയേജ് സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഏതൊക്കെ പേഷ്യൻസിന് ഏതൊക്കെ തരത്തിലാണ് എപ്പോൾ ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത്. പിന്നെ റെസിസിറ്റേഷൻ ഏരിയ പറഞ്ഞു. അതായത് ഒരു പേഷ്യന്റിനെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ആ രോഗിയെ എങ്ങോട്ടാണ്, ചിലപ്പോൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കാം, ചിലപ്പോൾ സർജറിക്കായിരിക്കാം കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത ഉണ്ടാവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ഡിസിഷൻസ് ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നത് ഈ ഒരു റെസിസിറ്റേഷൻ ഏരിയയിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ വായിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ, ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു.